കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങൾക്ക് ക്രിസ്തീയ വിശ്വാസത്തിലുള്ള പ്രാധാന്യം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ഇന്ന് ക്രിസ്തീയ വിശ്വാസം ഈ 4 സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്നുവെന്ന് നാം വിശ്വസിച്ചിരിക്കുന്നു. മറ്റ് പുതിയ നിയമത്തിലെ ലേഖന പുസ്തകങ്ങളെല്ലാം തന്നെ ഈ 4 സുവിശേഷങ്ങൾ ക്രിസ്തീയ സഭകളെയും സഭാ ശുശ്രൂഷകന്മാരെയും ഒക്കെ അറിയിക്കുവാനായി എഴുതി കൊടുത്തിരിക്കുന്ന ലേഖനങ്ങൾ എന്ന നിലയിൽ, അതായത് സുവിശേഷം പറഞ്ഞിരിക്കുന്നത് ഈ 4 പുസ്തകങ്ങളിലാണ്, അത് മറ്റുള്ളവരെ അറിയിക്കുവാനായി കൊടുത്തിരിക്കുന്ന ലേഖനങ്ങളാണ് ലേഖന പുസ്തകങ്ങൾ എന്നുള്ള നിലയിലാണ് പ്രധാനമായും നാം ഈ പുസ്തകങ്ങളെ കാണുന്നത്. അർത്ഥാൽ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് ശുശ്രൂഷിക്കുകയും വായ്മൊഴിയായി കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ സംസാരിക്കുകയും ചെയ്ത കാര്യങ്ങളാണ് ഈ 4 സുവിശേഷങ്ങളിൽ എഴുതിയിരിക്കുന്നത്. അതിനെയാണ് റെഡ് ലെറ്റർ ബൈബിൾ എന്ന നിലയിൽ നാം ഇന്ന് കാണുന്നത്. ആ 4 സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന പ്രമാണമെന്ന് ഒരു യാഥാസ്ഥിക ക്രിസ്ത്യാനി വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ ഇന്ന് ക്രിസ്ത്യൻഡം ഒട്ടുമുക്കാലും ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചിരിക്കുന്നതിനാൽ സത്യത്തിൽ ക്രിസ്ത്യാനിറ്റി എന്താണെന്നേ നമുക്ക് മനസ്സിലാകാതെ പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും നിങ്ങളുടെ മുന്നിൽ ഒന്ന് എടുത്ത് കാണിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇന്ന് നാം ഈ 4 സുവിശേഷങ്ങളിലാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഉപദേശങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്നു കഴിഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുന്ന ആ ഒരു സാഹചര്യത്തിന് തുല്യമായ സാഹചര്യം സംജാതമാവുകയാണ്. പോള് ഗലാത്യ സഭയിൽ 3-ാമത്തെ അധ്യായത്തിൽ 1, 2, 3 അധ്യായങ്ങളിലെല്ലാം ഇത് തന്നെയാണ് പറയുന്നത്. 3-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? അത്ര ഹൃദയഭാരത്തോട്, അത്ര ശാസനയോടുകൂടി പോൾ ഗലാത്യയിലെ സഭയെ ശാസിച്ചുകൊണ്ട് എഴുതുക. ഇതേ ഒരു സംഗതിയാണ് ഞാൻ ഇവിടെ ഇതുമൂലം നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങളിലാണ് ക്രിസ്തീയ വിശ്വാസം ആരംഭിച്ചത്. യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ സംസാരിച്ചതും ഉപദേശിച്ചതുമായ കാര്യങ്ങളാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന ഉപദേശമെന്ന് നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഭീമമായ തെറ്റിലേക്ക് പോകും. സത്യം അറിയാതെ നിങ്ങൾ ആ ക്രിസ്തീയ മാർഗം എന്താണെന്നേ അറിയാതെ പോകും. ഏതൊരു മനുഷ്യനും ചിന്തിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു ലോകത്തിൽ വന്ന് പറഞ്ഞതിനപ്പുറത്ത് വേറൊരു ക്രിസ്തീയ മാർഗമുണ്ടോ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ സൗമ്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കണം. തർക്ക ബുദ്ധി മാറ്റിവെക്കണം. തർക്കത്തിൽ നിന്ന് നമുക്കൊന്നും നേടാൻ കഴിയത്തില്ല. തർക്ക ബുദ്ധി മാറ്റി വെച്ചിട്ട് കർത്താവ് ആരുടെ ഇടയിലേക്കാണ് വന്നത്? ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഇടയിലേക്കാണോ കർത്താവ് വരുന്നത്? കർത്താവ് ലോകത്തിൽ വരുമ്പോൾ ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുന്നതിന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്, 1600 വർഷങ്ങൾക്ക് മുൻപേ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഒരു ദൈവജനവും ദൈവിക പദ്ധതിയുമുണ്ട്. അതാണ് യഹൂദ ജനവും യഹൂദിയ വിശ്വാസവും. അവരുടെ ഇടയിലേക്ക് അവരോട് വാഗ്ദത്തം കൊടുത്തിരിക്കുന്നതും പ്രകാരം കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്നെ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല എന്ന് പറയുക. പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്ന് പറയുക. അങ്ങനെ കർത്താവ് യഹൂദന്മാരുടെ ഇടയിൽ ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ അവരുടെ വാഗ്ദത്ത പദ്ധതികൾ നിറവേറ്റുകയും വാഗ്ദത്ത പ്രകാരം ആ കാര്യങ്ങൾ 1 by 1 ആയിട്ട് ആ ഒരു സീരീസ് ആയിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. 1-2 കാര്യങ്ങൾ, 1-2 വാക്യങ്ങൾ കാണിച്ച് ഞാനത് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. ഇവിടെ മലാക്കി പ്രവചനം പറയുക, അതായത് ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങളാണ് അവരുടെ തനാക്ക് എന്ന് പറയുന്നത്. അതിലെ അവസാനത്തെ പുസ്തകമാണ് മലാക്കി. മലാക്കി പ്രവാചകന്റെ പുസ്തകം. അതിന്റെ 3-ാം അധ്യായം 1-ാം വാക്യം ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അവിടെ പറയുക, എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നുവെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ അവതരിക്കുമെന്ന് അവരോട് പറയുക. ആ കർത്താവ് എത്രയും പെട്ടെന്ന് വരുന്നുവെന്ന് പറയുക. കർത്താവ് വരുന്നതിന് മുൻപായിട്ട് വഴി നിരത്തേണ്ടതിന്, കണ്ടില്ലേ, ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. ഇതാ യോഹന്നാൻ സ്നാപകനെ അയക്കുമെന്ന് പറയുക.
അതിനുശേഷം നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. അവൻ യെരൂശലേം ദേവാലയത്തിലേക്ക് വരിക. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇത് ദൈവം അവരോട് വാഗ്ദത്തം കൊടുത്തിട്ട് ഏകദേശം ഒരു 400 വർഷത്തോളം ദൈവം സംസാരിച്ചിട്ടില്ല. ദൈവത്തിന്റെ വചനമോ ദൈവം വേറൊരു പ്രവാചകനെ അയക്കുകയോ ചെയ്തിട്ടില്ല. ഇവിടെ അതോട് ചേർന്നതിനെ ആമോസ് പ്രവാചകനിൽ കൂടി ഒരു വാക്യം കൂടെ അവരോട് പറയുക. ആമോസിന്റെ പ്രവചനം 8-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ അവരോട് പറയുകയാണ്: അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്ത് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇവര് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയില്ല. ദൈവം ഒരു പ്രവാചകനെ അയക്കത്തില്ല. നിങ്ങൾക്ക് ദൈവവചനവും ദൈവിക ആലോചനയും കേൾക്കുവാൻ നിങ്ങൾ കൊതിക്കുന്ന, നിങ്ങൾ അതിനുവേണ്ടി ദാഹിക്കുന്ന, നിങ്ങൾ അതിനുവേണ്ടി വിശക്കുന്ന ഒരു സമയം വരുന്നു എന്ന് പറയുക. അപ്പത്തിനായിട്ടുള്ള വിശപ്പുമല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്ത് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അതായത് ഈ മലാക്കി പ്രവചനത്തിൽ കൂടി കർത്താവ് ലോകത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഒരു 400 വർഷം, നീണ്ട 400 വർഷങ്ങൾ കർത്താവ് അവരോട് സംസാരിച്ചിട്ടില്ല. അഡ്വാൻസ് ആയിട്ട് ആമോസിൽ കൂടി പറയിച്ചിട്ടാണ് കർത്താവ് മിണ്ടാതിരിക്കുന്നത്, അവരോട് സംസാരിച്ചിട്ടില്ല. അങ്ങനെ ആ ഒരു 400 വർഷത്തെ ഒരു ബ്രേക്ക് അത് കഴിഞ്ഞപ്പോൾ കർത്താവ് യെശയ്യാ പ്രവാചകനിൽ കൂടെയും മറ്റു പ്രവാചകന്മാരിലൂടെയൊക്കെ അരുളി ചെയ്തതിന് പ്രകാരം ഇവിടെ യോഹന്നാൻ സ്നാപകനെ ഈ ദേശത്തേക്ക് അയക്കുക, ലോകത്തിലേക്ക്, അവരുടെ ഇടയിലേക്ക് അയക്കുക. യോഹന്നാൻ യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൽ പറയുന്നത് കണ്ടോ? കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവീൻ. ഈ ദൈവത്തിന് വഴി നിരപ്പാക്കേണ്ടതിന് ഫോർ റണ്ണറായിട്ട് യോഹന്നാൻ സ്നാപകനെ അയക്കുമെന്ന് കർത്താവ് ഉലകത്തിൽ വരുന്നതിന് 800 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകനിൽ കൂടി പറഞ്ഞിരിക്കുക. ഇതുപോലെ പ്രവാചന പുസ്തകങ്ങളിൽ കൂടി എല്ലാം ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതിന്റെ നിവൃത്തിയ മശിഹ ലോകത്തിലേക്ക് വരിക എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് പ്രവചനങ്ങളാണ് കർത്താവിന്റെ വരവോടും കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തോടും സ്വർഗാരോഹണത്തോടും കൂടി നിറവേറിയിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിന് വേണ്ടിയാണ് കർത്താവ് ലോകത്തിലേക്ക് വരുന്നത്. ഇവിടെ ക്രിസ്ത്യാനിറ്റി സ്ഥാപിക്കാനോ കർത്താവിന്റെ ലോകത്തിലെ മിനിസ്ട്രിയിലോ മരണത്തിലോ അടക്കത്തിലോ പുനരുദ്ധാനത്തിലോ ഒന്നും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗമോ ഒരു വിശ്വാസമോ ഈ ഉലകത്തിൽ ആരംഭിച്ചിട്ടില്ല. ഇതിനെയൊക്കെ വളരെ ആത്മസ്നേഹത്തോടും ദൈവിക ഉത്തരവാദിത്വത്തോടും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത ചില വാക്യങ്ങൾ ഞാൻ കാണിക്കാം. പെട്ടെന്ന് ചില വാക്യങ്ങൾ കാണിച്ചു പോകുന്നത് ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ എന്താണ് പറഞ്ഞിരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. യോഹന്നാൻ സ്നാപകനെ ദൈവം അയക്കുക. യോഹന്നാൻ 1:6 പറയുന്നത് കണ്ടോ? ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. ആക്ച്വലി ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന പഠനം ഒരു ഹോൾ ഡേ പഠനമാണ്. അത് മുഴുവനും ഓരോ വാക്യങ്ങളും എടുത്ത് കാണിച്ച് നിങ്ങൾ മനസ്സിലാക്കി തരേണ്ടതാണ്. പക്ഷെ ഞാൻ ഇതൊരു അരമണിക്കൂർ കൊണ്ട് നിർത്തുന്ന രീതിയിൽ ഒരു ഷോർട്ട് പഠനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു രത്ന ചുരുക്കം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ അല്ല ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം നമ്മുടെ പാരമ്പര്യങ്ങളും പഴയ സമ്പ്രദായങ്ങളും തെറ്റായ ഉപദേശങ്ങളെ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് പിതൃ പാരമ്പര്യത്തിന്റെ കാലഘട്ടങ്ങളിൽ ചെയ്തു കൂട്ടിയിരിക്കുന്ന തെറ്റുകളുടെ കൂമ്പാരമാണ്. അതിലല്ല ക്രിസ്ത്യാനിറ്റി നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് അല്പം കട്ടിയുള്ള വാക്കുകളാണ്. ഈ വാക്കുകളൊന്നും ഉപയോഗിച്ചാൽ പോരാ. കാര്യം അത്ര വലിയൊരു അനീതിയായി ഇവിടെ നടന്നിരിക്കുന്നത്, അത്ര വലിയൊരു തെറ്റായി ഇവിടെ നടന്നിരിക്കുന്നത്, നിങ്ങളെ ക്ഷുദ്രത്തിൽ മുക്കിയിരിക്കുന്ന മാതിരി ഒരു അനീതിയായി ഇവിടെ നടന്നിരിക്കുന്നത്. അതിനെ കോടിക്കണക്കിന് ആൾക്കാരെ കെട്ടുകെട്ടിച്ച് നരകത്തിലേക്ക് അയക്കുന്ന അനീതിയായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാതെ കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണല്ലോ എന്ന് കരുതി ആ വിശ്വാസത്തിലും ആ ഉപദേശത്തിലും നമ്മൾ ഉറച്ചു നിൽക്കുക. ഇതിനെ ആ പോൾ പറഞ്ഞത്, ഇത് നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മായ്ക്കുന്നതിന് തുല്യമാണ്. ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോയി എന്ന് പറയുന്നതിന് തുല്യമാണ് നിങ്ങൾ ഈ 4 സുവിശേഷങ്ങളിലാണ് ക്രിസ്ത്യാനിറ്റി എഴുതിയിരിക്കുന്നതെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ. ഞാൻ ഓരോന്നോരോന്നായിട്ട് ചില വാക്യങ്ങൾ കാണിച്ചൊന്ന് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കാം. ഇവിടെ അടുത്ത വാക്യം കണ്ടില്ലേ? ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. അവിടെ പറയുകയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല, ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് ഇങ്ങനെ പറയാൻ കാര്യം, അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം ലോകത്തിൽ അവതരിക്കുക. ആ കർത്താവ് ലോകത്തിൽ അവതരിക്കാൻ വരുന്നുവെന്ന് കർത്താവിന് വഴി നിരത്തുവാനായിട്ട് അവസാനം ദൈവം അയച്ചിരിക്കുന്ന പ്രവാചകനാണ് ഈ യോഹന്നാൻ.
ഈ യോഹന്നാനെ പറയുക സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ, അതിൻ്റെ അപ്പുറത്തൊരു ബ്ലെസ്സിങ്സ് പിന്നെ അന്ന് വരെ ഉണ്ടായിരുന്നവർക്ക് കിട്ടാനില്ല. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ. കാര്യം അത്ര വലിയൊരു ശുശ്രൂഷ ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ ലോകത്തിൽ വന്നിരിക്കുക. ദൈവം മനുഷ്യനായി ലോകത്തിൽ പിറക്കുക. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അഖിലാണ്ടത്തിന്റെ ഉടയവൻ മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ അവതരിക്കുക. അത് അറിയിക്കാനായിട്ട് എൻ്റെ ലാസ്റ്റിൽ ഫോർ റണ്ണറായിട്ട് യോഹന്നാനെ അയക്കുക. യോഹന്നാൻ വരെയാണ് ഇതുവരെയുള്ള പ്രവചനങ്ങളെല്ലാം. ആ യോഹന്നാന് ശേഷം പിന്നെ പ്രവചനങ്ങളൊന്നുമില്ല. അന്ന് വരെയുള്ള കവണന്റുകളും പ്രവചനങ്ങളും അന്നു മുതൽ നിവൃത്തിയാകാൻ തുടങ്ങുക. അതുകൊണ്ടാണ് പറയുന്നത് യോഹന്നാനാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ. അടുത്ത ചില വാക്യങ്ങളോടെ കാണിക്കാം. 16:16, ലൂക്കോസ് 16:16. അവിടെ പറയാം, ന്യായ പ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇതെന്തായി പറയുന്നതെന്ന്? അതായത് കവണൻസ് ആൻഡ് പ്രൊഫസീസ് വേർ അപ് ടു യോഹന്നാൻ, അൻറ്റിൽ യോഹന്നാൻ. അതായത് ദ ലോ ആൻഡ് ദ പ്രോഫറ്റ്സ് വേർ അൻറ്റിൽ ജോൺ എന്ന് പറയുക. അതായത് ഈ പുസ്തകത്തിൽ ഇതിന്റെ ലോ എന്ന് പറയുന്നതാണ് ആദ്യത്തെ 5 പുസ്തകങ്ങൾ, തോറ. അത് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്നതാണ് നെവീം എന്ന് പറയുന്ന പുസ്തകം, അതായത് പ്രവാചക പുസ്തകങ്ങൾ. ഈ തോറയും നെവീമും യോഹന്നാൻ സ്നാപകൻ വരെ ആയിരുന്നു. അതായത് ആ യോഹന്നാൻ സ്നാപകന്റെ ശേഷം ആ നെവീം, അതായത് പ്രവാചക പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നിവൃത്തിയാകുക. മുഴുവൻ നല്ല ഒരു നല്ല ഭാഗവും അവിടെ വെച്ച് നിവൃത്തിയാകുക. അതുകൊണ്ടാണ് പറയുന്നത് ന്യായ പ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലോ ആൻഡ് ദ പ്രോഫറ്റ്സ് വെയർ അൻറ്റിൽ ജോൺ. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഫുൾഫിൽമെന്റിലേക്ക് വരിക. അതിനുശേഷം പുതിയ പുതിയ പ്രവചനം കൊടുക്കുകയല്ല, അതിൻ്റെ നിവൃത്തി ആരംഭിക്കുക. അതൊരു പ്രത്യേക പ്രൈം കാലഘട്ടത്തിലേക്ക് കടക്കുക. അതിനെ ആ ദൈവരാജ്യം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് അവർ കടക്കുക. അത് മനസ്സിലാക്കുന്നവർ ആ ഒരു ദൈവരാജ്യത്തിലേക്ക് അടുത്തു വരിക. അതിനെയാ പറയുന്നത് ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. എല്ലാവരും ബലാൽക്കാരേണ അതിൽ കടക്കുന്നു. അവിടെ ആ ബലാൽക്കാരേണയ്ക്കൊക്കെ ഒരു അല്പം ആവശ്യമില്ലാത്ത പ്രാധാന്യം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി അതിന്റെ അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഗുസ്തി പിടിച്ച് അതിനകത്തിൽ കയറുക എന്നുള്ളതല്ല. അത് മനസ്സിലാക്കുന്നവർ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് അവിടെ പറയുന്നത്. The law and the prophets were until John. Since that time the kingdom of God is preached and every man presseth into it. മനസ്സിലായോ? അത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം. അതിനെ ആവശ്യമില്ലാത്ത അർത്ഥങ്ങളൊക്കെ നമ്മൾ കൽപ്പിച്ച് വേണ്ടാത്ത വ്യാഖ്യാനങ്ങളൊക്കെ അതിന് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കുന്നത്. അടുത്ത ഒരു വാക്യം കാണിക്കാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാം വാക്യം, 14-ാം വാക്യം. അവിടെ പറയാണ്, എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ഇതിന്റെ തൊട്ടു പിന്നാലെ, യോഹന്നാന്റെ തൊട്ടു പിന്നാലെ കർത്താവ് ലോകത്തിൽ അവതരിക്കുക. അഖിലാണ്ടത്തെ ഒരു വാക്കുകൊണ്ട് ഉളവാക്കിയ പരിശുദ്ധനായ ദൈവം മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ അവതരിച്ചിരിക്കുക. ആ കർത്താവ് പറയുക, യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ഇവിടെ പറയുന്ന ദൈവരാജ്യവും സ്വർഗരാജ്യവും എല്ലാം ദൈവം അബ്രഹാമിന് മുതലേ വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന ഒരു രാജ്യമുണ്ട്, ഒരു കിങ്ഡത്തിന്റെ സുവിശേഷം, കിങ്ഡം ഗോസ്പൽ. അത് കർത്താവ് ഇവിടെ ഒന്ന് പ്രസംഗിക്കുക. അത് അബ്രഹാമിന്റെ സന്തതിക്ക് ആ ഒരു ദേശം ദൈവം വാഗ്ദത്തമായി ശാശ്വത അവകാശമായി കൊടുക്കുമെന്ന് ഉൽപ്പത്തി മുതലേ പറഞ്ഞിരിക്കുന്നതാണ്. അതിനുശേഷം അതിനെ ഒരു രാജാവിനെ അയക്കും, ആ രാജാവ് അതിനെ നീതിയോടെ നിത്യം വാഴും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ദേശം, ഒരു സ്വർഗരാജ്യം, അത് നിങ്ങളുടെ കൈക്കൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ 1600 വർഷമായിട്ട് അതിനുവേണ്ടി കാത്തിരുന്നു. അത് നിങ്ങളുടെ കാലഘട്ടത്തിൽ നിറവേറാൻ പോകുന്നു. യു ഗൈസ്, നിങ്ങൾ അതിലേക്ക് എൻ്റർ ആകാൻ പോകുന്നു എന്ന് പറയുക. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അടുത്ത വാക്യം കണ്ടില്ലയോ? അടുത്ത വാക്യത്തിൽ പറയുകയാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവിടെ കുറെ നാളുകളായിട്ട് ഇവർ കാത്തിരിക്കുന്നതാണ്. മനസ്സിലായോ? നബിമാരും പ്രവാചകന്മാരും ഒക്കെ ശരിക്കും തല തല്ലി പ്രാർത്ഥിച്ചുകൊണ്ട്, റബിമാരും പ്രവാചകന്മാരും അതുപോലുള്ള അവരുടെ ശാസ്ത്രിമാരും പുരോഹിതന്മാരും ഒക്കെ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു സംഗതി. ആ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുമെന്ന് പറയുക. ഇത് ഉലകത്തിലുള്ള വേറെ ഒരു മനുഷ്യരോട് പറഞ്ഞു കഴിഞ്ഞാലും ഇത് വാസ്തവമാകത്തില്ല. ഇത് യഹൂദിനു വേണ്ടി സ്പെസിഫിക് പറഞ്ഞിരിക്കുന്ന കാര്യം. അവർക്ക് കൊടുത്തിരിക്കുന്ന തോറായിലും അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തത്തിന്റെയും നിവർത്തീകരണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് ചൈനയിലോ ഇത് ജപ്പാനിലോ ഇത് സ്വിറ്റ്സർലാൻഡിലോ ഇംഗ്ലണ്ടിലോ ഉള്ള ആൾക്കാരോടൊന്നും പറഞ്ഞാൽ അവർക്കിത് പ്രാക്ടിക്കൽ ആകത്തില്ല, അവർക്ക് ആപ്ലിക്കബിൾ ആകത്തില്ല, ലോജിക്കലി അത് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇത് യഹൂദിയ വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. അത് കർത്താവ് അവരുടെ ഇടയിൽ വന്ന് പ്രസംഗിക്കുക. ഇത് വേറെ ഒരു മാർഗവുമല്ല. അടുത്ത വാക്യം, 1-2 വാക്യങ്ങൾ ഞാനൊന്ന് കാണിച്ചോട്ടെ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യം.
അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. കർത്താവ് അവരോട് പ്രസംഗിക്കുക, നിങ്ങൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അവരെല്ലാവരും വിശ്വാസത്യാഗം സംഭവിച്ച് ദൈവിക പദ്ധതി എന്താണെന്ന് പോലും അറിയാതെ ദൈവാലയം മുഴുവനും കച്ചവടവും ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയിരിക്കുന്നു. അതുപോലെ തന്നെ മഹാപുരോഹിതനെ നോക്കിയാൽ വെള്ള തേച്ച ശവക്കല്ലറയ്ക്ക് തുല്യമായിരിക്കുന്നു. നിക്കോദിമോസിന് അറിയത്തില്ല വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താന്ന്. ഈ ഗമാലിയേൽ ശാസ്ത്രിക്ക് അറിയത്തില്ല യേശു ക്രിസ്തു എന്തിനാ ലോകത്തിൽ വന്നിരിക്കുന്നതെന്ന്. അങ്ങനെ വിശ്വാസത്യാഗം സംഭവിച്ചു പോയിരിക്കുന്ന ഒരു ജനതയാ ഇസ്രായേൽ ജനം. അവരുടെ ഇടയിലേക്ക് കർത്താവ് വന്നിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഇതിനു ശേഷം പുതിയ വാഗ്ദത്തങ്ങളും കൽപ്പനകളും ഒന്നും കൊടുക്കുവാൻ വേണ്ടിയിട്ടല്ല, അന്നു വരെ ഉണ്ടായിരുന്ന പ്രമാണങ്ങളും, അതായത് കവണന്റ് ആൻഡ് പ്രൊഫസീസ് വെയർ അൻറ്റിൽ ജോൺ, അവരോട് പറഞ്ഞിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ വരെ ആയിരുന്നു അതിന്റെ നിവർത്തീകരണം ആരംഭിക്കുക ഇവിടെ ഇനിയുമുള്ള കാലങ്ങളിൽ. 1-2 വാക്യങ്ങൾ കൂടെ ഞാനൊന്ന് പെട്ടെന്ന് കാണിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. അവിടെ പറയുന്നത് കണ്ടോ, എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. നിങ്ങൾ ആ ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ആ ഒരു പ്രത്യേക കാലഘട്ടമാണ്. യോഹന്നാൻ സ്നാപകൻ വരെ ആയിരുന്നു ഈ ന്യായപ്രമാണത്തിന്റെ കാലവും ഈ പ്രവചന പുസ്തകങ്ങളിൽ കൂടെയുള്ള പ്രവചനങ്ങളുടെ കാലഘട്ടം. അതിനുശേഷം അതിന്റെ ഒരു നിവർത്തീകരണം നടക്കുന്ന ഒരു പ്രത്യേക ഒരു പ്രൈം ഫേസിലേക്ക് മാറിയിരിക്കുക, ഒരു ക്രീം ഫേസിലേക്ക് മാറിയിരിക്കുക. അതിന് ആ ദൈവരാജ്യം, നിങ്ങൾ ആ ദൈവരാജ്യത്തിലായിരിക്കുക എന്ന് പറയുക. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഈ സമയത്താണ്, ഈ ദൈവരാജ്യത്തിന്റെ കാലത്താണ് ഭൂതങ്ങൾ പുറത്താകും, രോഗികൾ സൗഖ്യമാകും, ചെകിടർ കേൾക്കും, മുടന്തർ നടക്കും. ഇതെല്ലാം യെശയ്യാ പ്രവാചകനൊക്കെ പ്രവചിച്ചിരിക്കുന്ന കാര്യമാണ്. ഇത് നടക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾ കടന്നിരിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ വാഗ്ദത്തമായിരിക്കുന്ന ആ സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ് എന്ന് അവർ മനസ്സിലാക്കണം. ഇതാണ് യോഹന്നാൻ സ്നാപകൻ താൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരെ അയച്ച് കർത്താവിനോട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാനത് കാണിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. അവിടെ പറയുക, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യോഹന്നാൻ സ്നാപകൻ കാരാഗ്രഹത്തിലാണ്. അവിടുന്ന് തന്റെ ശിഷ്യന്മാരെ അയച്ച് കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യവുമാ, വരുവാനുള്ളവൻ നീയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണോ? യഹൂദന്മാരുടെ രാജാവായിട്ട് ലോകത്തിൽ പിറന്നവനോട് ചോദിക്കുക എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. അതിന്റെ അടുത്ത വാക്യം, അവിടെ കർത്താവ് അവർക്ക് കൊടുക്കുന്ന മറുപടി കണ്ടോ? യേശു അവരോട് ഞാൻ തന്നെയാണെന്നല്ല പറയുന്നത്. കർത്താവ് പറയുന്നുണ്ട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു. എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. ഇത് ചെന്ന് യോഹന്നാനോട് പറയാൻ പറയുക. കാര്യം ഇതാണ് ദൈവരാജ്യം നിറവേറുമ്പോൾ നടക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് യെശയ്യാ പ്രവാചകനും മറ്റ് പ്രവാചക പുസ്തകങ്ങളിലായി എഴുതിയിരിക്കുക. കർത്താവ് ഈ ലോകത്തിൽ, മശിഹ ഈ ലോകത്തിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നടക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയും സംഭവിക്കുന്നു എന്ന് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. ഞാൻ മശിഹയാണെന്ന് പറയേണ്ട ആവശ്യമില്ല, ഇത് നടക്കുന്ന കാര്യം ചെന്ന് പറഞ്ഞാൽ മതി. ഇതെല്ലാം സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം അവരുടെ ഇടയിൽ പദ്ധതി പോലെ, പ്ലാൻ പോലെ നടന്നുകൊണ്ടിരിക്കുക. ഇതൊന്നും ക്രിസ്ത്യാനിറ്റിയുടെ മാർഗമല്ല, മറിച്ച് യഹൂദിയ വിശ്വാസം നിറപടിയായിട്ട് സീക്വൻഷ്യലി ഓരോന്നും നടന്നുകൊണ്ടിരിക്കുക. ഇവരുടെ ഇടയിൽ കിങ്ഡം ഓഫ് ഹെവൻ, അതാണ് കർത്താവിന്റെ പ്രസംഗ വിഷയം. കർത്താവ് അവരോട് പ്രസംഗിക്കുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. കാലാകാലങ്ങളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന സ്വർഗരാജ്യം, നിങ്ങൾ അതിലേക്ക് കടക്കാൻ പോകുന്നു. അത്ര ഒരു സുവർണ കാലഘട്ടം, ഒരു ഗോൾഡൻ പീരീഡിലേക്ക് അവർ എത്തിയിരിക്കുക. അവിടെ കർത്താവ് അവരുടെ സ്വർഗരാജ്യത്തെക്കുറിച്ച് എടുത്തു പറയുകയും പ്രസംഗിക്കുകയും അവരെ അതിലേക്ക് ഉത്സാഹിപ്പിക്കുകയും മാനസാന്തരപ്പെട്ട് മടങ്ങി വരാനായിട്ട് അവരോട് പറയുകയും ചെയ്യുക. അവർ ദൈവജനമാണ്, പക്ഷെ ദൈവത്തിൽ നിന്ന് വീണു പോയിരിക്കുന്നു. ദൈവിക പദ്ധതികൾ അറിയാതെ അവരുടെ കണ്ണ് കുരുടായി പോയിരിക്കുന്നു. അതുകൊണ്ട് അവരോട് മടങ്ങി വരാനും യഥാസ്ഥാനപ്പെടുവാനും പറയുക. ആര് സ്വർഗരാജ്യത്തിൽ കടക്കും? സ്വർഗരാജ്യം എങ്ങനെയായിരിക്കും? സ്വർഗരാജ്യത്തിൽ കടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കടന്നു പോകേണ്ടുന്ന ഒരു വലിയൊരു ട്രിബുലേഷൻ പീരീഡ് ഉണ്ട്, ഒരു വലിയ കഷ്ടകാലമുണ്ട്. അതിൽ കൂടെ കർത്താവ് അവരെ പരിപാലിക്കുന്ന കാര്യം, അന്ത്യം വരെയും പിടിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകത എല്ലാം കർത്താവ് അവരോട് പറയുക. മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഗിരിപ്രഭാഷണം, സെർമൺ ഓഫ് ദ മൗണ്ട് എന്ന് പറയുന്നതെല്ലാം ഇതിന്റെ ഉപമകളും ഈ സ്വർഗരാജ്യത്തെ കുറിച്ച് കർത്താവ് എടുത്തു പറയുക.
അതെല്ലാം എടുത്ത് കാണിക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷെന്നുണ്ടെങ്കിൽ ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്തത് കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുക. കാര്യം അത്ര ഒരു സിമ്പിൾ സംഗതിയായത്. ഇവിടെ ഞാൻ ഒരു വിഷയം പറഞ്ഞ് ഒരു പ്രധാനമായിട്ട് എടുത്ത് കാണിക്കേണ്ടുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചിരുന്നല്ലോ. അതായത് നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ, നമ്മുടെ മഹാദൗത്യം, അത് യഹൂദന്മാരെ ദൈവം പരമേൽപ്പിച്ചിരുന്ന മഹാദൗത്യമാണ്. ഇതുവരെയും ക്രിസ്ത്യാനിറ്റി ഇവിടെ ആരംഭിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനൊരു കാര്യത്തിന് ഒരു സൂചന പോലും ഇവിടെ എങ്ങുമില്ല. ബൈബിളിൽ പഴയ നിയമത്തിൽ ഒരിടത്തും നിങ്ങൾക്ക് കാണാൻ കിട്ടത്തില്ല. അതെല്ലാം യഹൂദന് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ 24 അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ ഞാനൊന്ന് കാണിക്കാം. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിന്റെ 3-ാം വാക്യം മുതൽ ചില വാക്യങ്ങൾ പെട്ടെന്ന് ഞാൻ ഓടിച്ചൊന്ന് കാണിക്കാം. അവിടെ പറഞ്ഞു കണ്ടില്ലയോ, അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്ന്, അത് എപ്പോൾ സംഭവിക്കും, എന്ന് നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. കർത്താവിനോട് അവർ വന്ന് ചോദിക്കുക, കർത്താവെ, നിന്റെ വരവിനും, അതായത് മടങ്ങി വന്ന് രാജാതി രാജാവായിട്ട് വരാൻ പോവുക, അവരുടെ ഇടയിൽ രാജ്യം സ്ഥാപിച്ച് അവരോടൊപ്പം ആ സ്വർഗരാജ്യത്തിൽ വാഴുവാൻ പോവുക, നീതിയോടെ നിത്യം വാഴുവാൻ പോവുക, ആ വരവിനും ഈ ലോകത്തിന്റെ അവസാനത്തിനും ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിക്കുക. അതിന് കർത്താവ് പറഞ്ഞത്, യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചോളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ആ സമയത്ത് അനേക കള്ള ക്രിസ്തുക്കൾ വരും. കാര്യം ക്രിസ്തു വരണമെന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു. ആരാ ക്രിസ്തു എന്ന് അവർക്ക് അറിയത്തില്ല. സാക്ഷാൽ ക്രിസ്തുവിനെയും ക്രിസ്തുവായിട്ട് അവർ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ആ പേരെടുത്ത് പലരും ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞു പലരും ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. ഇനിയും പലരും വരുമെന്ന് പറയുക. അങ്ങനെ നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പീൻ, സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇങ്ങനെ ഇത് മുഴുവനും പറയുന്നത് ഇതിന്റെ കാര്യത്തെക്കുറിച്ചാണ്. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കും, എങ്കിലും ഇതൊക്കെ ഈറ്റ് നോവിന്റെ ആരംഭം അത്രേ. അന്ന് നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കും, കൊല്ലും, എന്റെ നാമനിമിത്തം സകല ജാതികൾ നിങ്ങളെ പകയ്ക്കും, പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും, അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാര് പലരും വന്ന് അനേകരെ തെറ്റിക്കും. ഇതെല്ലാം വളരെ സ്പെസിഫിക് ആയിട്ട് അവരോട് പറയുക. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. കണ്ടോ, എൻഡ്യൂറത്ത് ടിൽ ദ എൻഡ്, അവസാനം വരെ പിടിച്ചു നിൽക്കുക. ഇത് നിങ്ങൾ തുടർന്ന് കൊടുത്ത് വായിച്ചു നോക്കണം. ഇതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, രാജ്യത്തിന്റെ ഈ സുവിശേഷം. ഏത് സുവിശേഷമാണ്? രാജ്യത്തിന്റെ ആ കിങ്ഡം ഗോസ്പൽ, ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഇവിടെ ഈ സകല ജാതികൾക്കും എന്നൊക്കെ ഉള്ളത് അനീതി, അന്യായമാണ് ചെയ്തേക്കുന്നത്. അതൊന്നും സകല ജാതികളും എന്നല്ല ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്, സകല നേഷൻസുമാണ്. ഉലകം മുഴുവനും ചുറ്റിക്കിടക്കുക യഹൂദൻ. ആ ദേശങ്ങളിലെല്ലാം പോയി അവരെ അറിയിക്കണം. എത്നെ എന്നൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ എത്നിസിറ്റി, ആ എത്നിക് ഗ്രൂപ്പിനെ അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് കണ്ടു, ആൻഡ് ദിസ് ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ഷാൽ ബി പ്രീച്ച്ഡ് ഇൻ ഓൾ ദ വേൾഡ് ഫോർ എ വിറ്റ്നസ് അൺടു ഓൾ നേഷൻസ്. ആ ഉലകത്തിലുള്ള സകല രാജ്യങ്ങളിലും അവർ ചിതറിക്കിടക്കുക. ആൻഡ് ദെൻ ഷാൽ ദ എൻഡ് കം. അവരെ പോയി അറിയിക്കാൻ ആ ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുന്നത്. ആ ലോകമെമ്പാടും പോയി യഹൂദനോട് ഈ വിഷയം പറയണം. ഇതൊരിക്കൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. യേശു ക്രിസ്തു ആരാ, പിതാവാരാ, പുത്രനാരാ, പരിശുദ്ധാത്മാവാരാ, സ്വർഗം എന്താ, നരകം എന്താ അറിയാൻ വയ്യാതെ കിടക്കുന്ന ജാതികളോട് പറഞ്ഞ കാര്യമല്ല ഇത്. ലക്ഷക്കണക്കിന് ജാതികൾ ഉലകം മുഴുവനുണ്ട്. അവരെല്ലാം രക്ഷിക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഇതെല്ലാം പരിഭാഷയിലും സാത്താൻ എവിടെല്ലാം നമ്മളെ തെറ്റിക്കാമോ അവിടെല്ലാം മാക്സിമം പരിശ്രമിച്ചിരിക്കുക. ഈ സത്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ, ഇത് 24-ാം അധ്യായമാണ്. കർത്താവിന്റെ ശുശ്രൂഷ സമയത്ത് തന്നെയാണ് ഇതും പറയുന്നത്. ആ തുടങ്ങുന്ന സമയത്ത് ഇവരെ അയക്കുമ്പോൾ പറയുന്ന ഭാഗം കണ്ടോ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം. നമ്മൾ 24-ാം അധ്യായമാണ് വായിച്ചു, ഇത് 10-ാം അധ്യായമാണ്. ഇവിടെ കർത്താവ് പറയുന്നുണ്ടോ, ഈ 12 ശിഷ്യന്മാരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകരുത്, ശമര്യരുടെ പട്ടണത്തിൽ കടക്കരുത്. മനസ്സിലായോ? ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അരികിൽ തന്നെ ചെല്ലുവിൻ. അടുത്ത വാക്യം കണ്ടില്ലേ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിൽ തന്നെ ചെല്ലുവിൻ. ഇത് കർത്താവാ പറയുന്നത്. ഈ കർത്താവ് പറഞ്ഞിട്ട് 24-ാം അധ്യായത്തിൽ കർത്താവ് നിങ്ങൾ ലോകത്തിലുള്ള മുഴുവൻ സകല ജാതികളോട് പോയി സുവിശേഷം പറയാന്നാ പറയുക എന്നാ നിങ്ങൾ വിശ്വസിക്കുന്നത്? വളരെ കൃത്യമായിട്ട് യഹൂദന്റെ പദ്ധതിയായത്. വേറൊരു ജാതിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഏക്കേതാ പൂക്കേതാന്ന് അറിയത്തില്ല. ഈ തനാക്ക് അവന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്താന്ന് അവൻ അറിയത്തില്ല. അവനോട് പോയി വെള്ളത്തിൽ മുക്കിയിട്ടോ അവനോട് മടങ്ങി വരാൻ പറഞ്ഞിട്ട് എന്തിൽ നിന്ന് മടങ്ങി വരാന്? അവൻ എങ്ങോട്ടാ മടങ്ങി വരണ്ടേ? മടങ്ങി വരവുള്ളത് യഹൂദന. കാര്യം അവൻ ദൈവജനമാണ്, ദൈവത്തിന്റെ ഒരു പ്രത്യേക സമ്പത്താണ്. അവർ രാജകീയ പുരോഹിത വർഗമാണ്. അവരാണ് വീണു പോയിരിക്കുന്നത്. അവരോടാണ് മടങ്ങി വരാൻ പറയുന്നത്. അവന് മാനസാന്തരത്തിന്റെയും മനസ്സിനൊരു അന്തരം ഉണ്ടാകേണ്ട ആവശ്യം വരുന്നത്.
ആ മാനസാന്തരം ഉണ്ടായവനെ ആ ദൈവം വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ പറഞ്ഞത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് ഇവിടെ യാഗമാവുകയാണ്. അതിനുശേഷം അവന് കാളക്കുട്ടിയെ ആടിനെ ഒന്നും ആക്ച്വലി അറക്കേണ്ടെന്ന് ആവശ്യമില്ല. അതുകൊണ്ടാണ് അവന്റെ പാപം കർത്താവ് ഒരിക്കലായി കാൽവറിയിൽ യാഗമായതോടുകൂടി എല്ലാവരുടെയും പാപം കഴുകിപ്പോയി. അതുകൊണ്ടാണ് പിന്നീട് അവർക്ക് പാപത്തിന്റെ മോചനത്തിന് വേണ്ടി യാഗമല്ല, അതിന് പകരമായിട്ട് ദൈവം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആ ജലസ്നാനം, മാനസാന്തരപ്പെടുകയും ജലസ്നാനം സ്വീകരിക്കുകയും ചെയ്യുവാൻ അത് അവരോട് പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുകയും ആടിനെ യാഗം കഴിക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടുമെന്നല്ല, ഇവിടെ കർത്താവ് അതിന് പകരമായിട്ട് യാഗമായിരിക്കുക. അതിനുശേഷം അവർക്ക് രക്ഷിക്കപ്പെടേണ്ടത് യേശു തന്നെ, ക്രിസ്തു. നമ്മൾ കാത്തിരുന്ന അഖിലാണ്ടത്തിന്റെ ഉടയവനായ ക്രിസ്തു, ദൈവം അയക്കുമെന്ന് പറഞ്ഞിരുന്ന മശിഹ അവനായിരുന്നു. യേശു തന്നെ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. ആ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ ആ സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ പോവുക. അത് അവരുടെ പദ്ധതി. അത് വളരെ സ്പെസിഫിക് ആയിട്ട് അവരോട് പറഞ്ഞതാണ്. എട്ടും പൊട്ടും തിരിയാത്ത നമ്മളെ പിടിച്ച് ഇത് പറഞ്ഞിട്ടോ വെള്ളത്തിൽ മുക്കിട്ടോ ഒരു പ്രയോജനമില്ല. നനഞ്ഞ് നമ്മൾ അവിടെ ഇരിക്കാമെന്നുള്ളതല്ലാതെ ഒരു രക്ഷയും നമുക്ക് അതിൽ നിന്ന് ലഭിക്കത്തില്ല. അതല്ല ക്രിസ്ത്യാനിറ്റിയുടെ രക്ഷാമാർഗം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എഴുതിയിരിക്കുന്ന ഒരു ജാതിയും രക്ഷിക്കാനായിട്ടല്ല, ഒരു ജാതിയും രക്ഷിക്കപ്പെടുന്ന കാര്യവും അവിടെ പറഞ്ഞിട്ടില്ല. ആകെപ്പാടെ 2 ജാതിയരെ അവിടെ വരുന്നുള്ളൂ. ഒന്ന് ആ കനാന്യ സ്ത്രീയ, അത് അവരുടെ വിശ്വാസത്തിന്റെ ആധിക്യ നിമിത്തം, അതായത് യഹൂദനിൽ കൂടി ആ രക്ഷ ജാതികൾക്ക് വരണമെന്നുള്ളതാണ് അവളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് അവൾ പറഞ്ഞു കഴിയുമ്പോൾ കർത്താവ് അവളോട് പറയുക, ഈ വാക്ക് നിമിത്തം നീ അനുഗ്രഹിക്കപ്പെടുക, ഇപ്പോൾ പോയിക്കൊള്ളുക, നിന്റെ മകൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുക. ഞാനത് വിവരിക്കുന്നില്ല, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മറ്റൊന്ന് ആ ശതാധിപന്റെ ബാല്യക്കാരന് സൗഖ്യം വരുന്നത്. അതും ശതാധിപൻ വന്നിട്ട് കർത്താവിനോട് ഡയറക്റ്റ് പറയുകയല്ല, കർത്താവെ എനിക്ക് സൗഖ്യം വേണം, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരണമെന്ന് പറയുകയല്ല. അവൻ വന്നിട്ട് യഹൂദ മൂപ്പന്മാരോട് പറയുക. അവര് ത്രൂ ആയിട്ട് വേണം ഈ ബ്ലെസ്സിങ് അവർക്ക് പോകാനായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവെ ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ, ഞാൻ ഒരു മനുഷ്യനോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞവൻ അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അവൻ ഇങ്ങോട്ട് വരും. നീ ഉലകത്തെ സൃഷ്ടിച്ചവൻ, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ആ വിശ്വാസത്തിന്റെ ആഴ കാരണമാണ് അവന് ആ യഹൂദ മൂപ്പന്മാരിൽ കൂടി ആ ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അവനും സൗഖ്യം കിട്ടുന്നത്. ഈ 2 കേസ് മാത്രമേ ഉള്ളൂ ഈ 4 സുവിശേഷങ്ങളിൽ ജാതികളോട് രക്ഷ പറഞ്ഞിരിക്കുന്നത്. അതും അവരുടെ വിശ്വാസത്തിന്റെ ആഴം കാരണം. ഒരു പ്രത്യേക കേസ് അത് രണ്ടും. അത് രണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അതിനെക്കുറിച്ച് ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ. അത് വളരെ ക്ലിയറാണ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഇത് യഹൂദീയ പദ്ധതിയാണ് ഇവിടെ നടപ്പാകുന്നത്. ഇവിടെ ലോകം മുഴുവനും ഈ സുവിശേഷം അറിയിക്കുമെന്ന് പറഞ്ഞത് ഒരു ചെറിയ കാലം കൊണ്ട് ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സുവിശേഷം നിങ്ങളുടെ പിതാക്കന്മാർ മുതലേ പ്രാർത്ഥിച്ച് മുട്ടിപ്പായി കാത്തിരിക്കുന്ന ഈ സ്വർഗരാജ്യത്തിലേക്ക് ഈ തലമുറ ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പ് മടങ്ങി വരാൻ പോവുക. കർത്താവ് പറയുക, നിങ്ങൾ ഈ ഇസ്രായേലിലെ പട്ടണങ്ങളെ ചുറ്റി സഞ്ചരിച്ച് തീരുന്നതിന് മുമ്പ് ഞാൻ മടങ്ങി വരാൻ പോവുക. ആ ഒരു സംഗതി ഉലകം മുഴുവൻ പോയി നിങ്ങൾ യഹൂദന്മാരെ അറിയിക്കണം. അവർ ഉലകം മുഴുവനും ചിതറിപ്പാർക്കുക. ഇതാണ് ഗ്രേറ്റ് കമ്മീഷൻ. ഞാൻ അതിലേക്ക് വരാം. പെട്ടെന്ന് അതുകൂടെ ഒന്ന് കാണിച്ച് പറഞ്ഞു നിർത്താം. അടുത്ത വാക്യം കണ്ടില്ലയോ? മർക്കോസിന്റെ സുവിശേഷം. ഇതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറയാൻ വിട്ടുപോയ ഒരു ഭാഗമാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം, അതിന്റെ 16-ാമത്തെ വാക്യം. അത് 16-ഉം 17-ഉമാണ്. ഇന്ന് ഒരുമാതിരിപ്പെട്ട പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തീയ സഭകളുടെയൊക്കെ അടിസ്ഥാനമായിട്ട് അവർ ഏറ്റെടുത്തിരിക്കുന്ന വാക്യമായത്. മർക്കോസ് 16:16, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. ഈ 2025-ലെങ്കിലും ഇവർക്കൊക്കെ ഒരു അല്പമെങ്കിലും ആത്മീക ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഇത് പറഞ്ഞിരിക്കുന്നത് ജാതികളെ രക്ഷിക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. ഇത് യഹൂദനോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ വിചാരിക്കും അത് യഹൂദനെന്നും ജാതികളെന്നും ഒരു വ്യത്യാസം ഇന്നില്ല എന്നുള്ളത്. ഓഫ് കോഴ്സ് ഇന്നില്ല. അത് ഇന്ന് ഇല്ലാതായത് ക്രിസ്ത്യാനിറ്റിയിലാണ് ഇല്ലാതായിരിക്കുന്നത്. ഇത് യഹൂദിയ മാർഗമായി ഇവിടെ നടക്കുന്നത്. ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചിട്ടില്ല. ആ ക്രിസ്തീയ വിശ്വാസം ആരംഭിക്കുന്നതിന് മുമ്പ് യഹൂദിയ വിശ്വാസം ഇവിടെ ഉണ്ട്. അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായത്. ഇത് ക്രിസ്തീയ ഉപദേശമല്ല. ഞാൻ കാണിക്കാം. ഇവിടെ അതിന് ശേഷം നടക്കുന്ന വാക്യം കണ്ടില്ല, 17-ാമത്തെ വാക്യം. അവിടെ പറയാണ്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. ഈ 16-ഉം 17-ഉം വാക്യങ്ങളാണ്
ഗ്രേറ്റ് കമ്മീഷനായിട്ട് ഒട്ടുമുക്കാലും പേര് സ്വീകരിച്ചിരിക്കുന്നത്. 17-ാമത്തെ വാക്യത്തിൽ പറയാം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, 18 സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ ക്രൂസേഡുകളും ഈ അട്ടഹാസങ്ങളും ഈ ബഹളങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് ആരോടാണെന്ന് പോലുമുള്ള ഒരു ആത്മീക അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതാണ് ഈ വാക്യങ്ങളെയൊക്കെ എടുത്തിട്ട് ഈ ക്രൂസേഡുകളും ഈ ബഹളങ്ങളും മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന യഹൂദനോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പറയാൻ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞാൽ ഉടനെ ആ ഒരു എന്താ പറയുന്ന ഒരു കഷ്ടകാലത്തിലേക്ക് അവർ കടക്കാൻ പോവുക, ഒരു ട്രിബുലേഷൻ പീരീഡിലേക്ക് കടക്കാൻ പോവുക. കർത്താവ് പറഞ്ഞു, എല്ലാവരുടെയും ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കുന്നില്ലെങ്കിൽ വെട്ടി തീയിലിട്ട് ചുട്ടുകളയുമെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടക്കാൻ പോവുക. വീശുമുറം കയ്യിലുള്ളവൻ വരുന്നു, അവന്റെ കയ്യിൽ വീശുമുറമുണ്ട്, അവൻ കതിരും പതിരും തിരിക്കും. അതായത് ഇവരൊരു ഭയങ്കര ട്രിബുലേഷൻ പീരീഡിൽ കൂടി കടന്നു പോകാൻ പോവുക. ഞാൻ പെട്ടെന്ന് ആ ഒരു സ്കെച്ച് ഒന്ന് കാണിക്കാം നിങ്ങൾക്ക്, ഒന്ന് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവരുടെ പദ്ധതി, ഇവരുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇവരുടെ സുവിശേഷം കർത്താവ് ഇവിടെ വെച്ചാൽ ഇവരോട് സംസാരിക്കുന്നത്. കർത്താവിന്റെ ക്രൂശിന് മുൻപായിട്ട്, കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് കർത്താവ് പറയാം. അതിനുശേഷം അവർ ഈ ഒരു പദ്ധതി, അതായത് ഈ പച്ച കളറിൽ കാണുന്ന റാത്ത് ഓഫ് ഗോഡ് അല്ലെന്നുണ്ടെങ്കിൽ 7 വർഷത്തെ ഒരു പീഡനകാലം, ഒരു 7 years ട്രിബുലേഷൻ പീരീഡിൽ കൂടി കടന്നു പോകും. ഇതിന്റെ അവസാനത്തിലാണ് കർത്താവ് വരുന്നത്, മടങ്ങി വരും, രാജാതിരാജാവായിട്ട് വരും. ഇവിടെ വെച്ച് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഏകദേശം 30-40 വർഷത്തിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നിരുന്നേനെ. ഇതൊക്കെ നടക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധ ആത്മാവിനെ അയച്ച് അവരുടെ മേൽ ശക്തി പ്രാപിക്കുന്നത്. അവരോട് പറയാം, നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും പാർപ്പീൻ, ഇവിടുന്ന് വാങ്ങിപ്പോകരുത്. ശക്തി ലഭിച്ചതിന് ശേഷം യെരുശലേമിലും യഹൂദയിലും എല്ലായിടവും ശമരിയയിലും ഉലകത്തിന്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകുവാൻ. കാര്യം അവിടെ എല്ലാം പോയി യഹൂദൻ ചിതറിക്കിടക്കുക. 65% യഹൂദൻ യെരുശലേമിലും ഇസ്രായേലിലും വെളിയില്ല. അവർ ഈ സത്യം അറിയിക്കണം. ആ കടന്നു പോകുമ്പോൾ ഇവിടെ കണ്ടില്ല, ആ എതിർ ക്രിസ്തുവിന്റെ വാഴ്ച അല്ലെന്നുണ്ടെങ്കിൽ അന്ത്യകാലം, ആ 7 വർഷത്തെ ആ ഒരു കാലമൊക്കെ ഇവിടെ നടക്കും. അതിൽ കൂടെ അവർ കടന്നു പോകും. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഇവിടെ ഭയങ്കര പീഡനം നടക്കും. നമുക്കൊരു ചെറിയ കൊറോണ വന്നപ്പോഴത്തെ ഇവിടുത്തെ ക്വാറന്റൈൻ വന്നപ്പോഴത്തെ നമുക്കറിയാം എന്താ ഇവിടുത്തെ സ്ഥിതി എന്നുള്ളത്. അതൊക്കെ വെറും മിനിയേച്ചറാണ്. അതിന്റെയൊക്കെ വലിയ തമ്പുരാൻ സംഗതിയായി വരാൻ പോകുന്നത് കഷ്ടകാലം എന്ന് പറയുന്നത്. കർത്താവ് പറയുന്നത് ഉലകം ആരംഭിച്ചതിന് ശേഷം അങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടേ ഇല്ല. യിരെമ്യാ പ്രവാചകനൊക്കെ പറഞ്ഞു, അയ്യോ അത് യാക്കോബിനും മഹാകഷ്ടം എന്ന് പറയുന്നൊരു ഭയങ്കര കഷ്ടകാലം വരാൻ പോവുക. ഇവർ അതിൽ കൂടി കടന്നു പോകും. ഒരുമാതിരിപ്പെട്ടവരെല്ലാം അവരുടെ വിശ്വാസത്തിൽ നിന്ന് വീണു പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, പിടിച്ചു നിൽക്കാൻ, അന്ത്യം വരെയും പിടിച്ചു നിൽക്കാൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇതെല്ലാം ഇവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം നടക്കുന്നത് പാമ്പുകളും തേളുകളും ഒക്കെ അവർ പിടിച്ചെടുക്കുമെന്ന് പറയുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ വിഷകരമായതൊക്കെ അവർ കുടിച്ചാൽ അവർക്ക് ഹാനി വരത്തില്ല. ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സംഗതികളൊക്കെ വരാൻ പോവുക. ആകാശത്തിൽ നിന്ന് ചില നക്ഷത്രങ്ങളൊക്കെ വീണിട്ട് ഭൂമിയിലെ സമുദ്രങ്ങൾ മുഴുവനും കയ്പായി പോരുകയും എന്താ പറയുന്നത്, അത് കുടിക്കുന്നവർ മരിച്ചു പോവുകയും ചെയ്യുന്ന രീതിയിൽ വെള്ളം മുഴുവനും വിഷതുല്യമായി പോവുകയാണ്. അത് കുടിക്കുന്നവരെല്ലാം ചത്തുപോകും. അവരോട് പറയാ, നിങ്ങൾക്ക് വിഷകരമായതൊന്നും കുടിച്ചാൽ നിങ്ങൾക്ക് ഹാനി വരത്തില്ല. കാര്യം ഇതാ കാലഘട്ടം. ഈ ഒരു സമയത്ത് അത് നിറവേറാൻ പോവുക. ഈ സമയത്ത് അവർ അതിൽ കൂടി കടന്നു പോകും. ഇവിടെ ഈ വിഷകരമായ സംഗതികളൊക്കെ വരാൻ പോവുക. ഞാൻ 1-2 വാക്യങ്ങൾ കൂടെ നിങ്ങളെ അതിനോടുള്ള ബന്ധത്തിൽ കാണിക്കാം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിന്റെ 10, 11, 12 വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 10, 11 ഇവിടെ കണ്ടില്ലേ? 10-ാമത്തെ വാക്യത്തിൽ പറയുക, 3-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. നദികളിൽ 3-1 നീരുറവുകളിന്മേലും ആയിരുന്നു അത് വീണത്. ആകാശത്തിൽ നിന്ന് ഒരു നക്ഷത്രം വീണിരിക്കുക. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേര്. വെള്ളത്തിൽ 3-1 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ഈ കാഞ്ഞിരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കയ്പ് വെള്ളമാണ്. അങ്ങനല്ല, അത് കുടിച്ചാൽ മരിച്ചു പോകും. കയ്പെന്ന് നമുക്ക് കാഞ്ഞിരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ കഴിക്കുന്ന വെള്ളം എന്നുള്ള രീതിയിലേ കാണുന്നുള്ളൂ. പക്ഷെ താഴെ എഴുതിയിരിക്കുന്നുണ്ട്, വെള്ളം കയ്പായതിനാൽ, അതായത് വിഷ തുല്യമാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ മരിച്ചു പോകും. ഇതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള സംഗതിയിൽ കൂടെ നിങ്ങൾ കടക്കാൻ പോവുക. അതുകൊണ്ടാണ് പറയുന്നത് വിഷകരമായതൊന്നും കുടിച്ചാൽ നിങ്ങൾക്ക് ഹാനി വരത്തില്ല എന്ന് പറയാൻ കാര്യം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകാൻ പോകുന്നത്. ഇത് കുടിച്ചിട്ട് ചത്ത് കിടക്കുന്ന ആൾക്കാരുടെ മേൽ നിങ്ങൾ കൈവച്ചാൽ അവൻ എഴുന്നേറ്റ് നിൽക്കും. അത് കാണുമ്പോൾ യഹൂദൻ വിശ്വസിക്കും. അങ്ങനെ അനേകർ യേശുവിനെ ക്രിസ്തുവെന്ന്
അംഗീകരിക്കും, അവർ ആ കുത്തിയവങ്കിലേക്ക് നോക്കും, അവർ ആ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരും. അതിന് കൊടുത്തിരിക്കുന്ന അതിന് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 9-ാമത്തെ അധ്യായം, വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ഇവിടെ കണ്ടില്ലയോ, പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു, അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. ഇവിടെ തേളും പാമ്പും ഒക്കെ വരിക, മനുഷ്യനെ കുത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ചത്തുപോകുന്ന പോലുള്ള തേളും പാമ്പും ഒക്കെ ഈ കാലഘട്ടത്തിൽ ദൈവം അയക്കുക. ഇത് കണ്ടില്ലോ, അതിന്റെ ശേഷം വരുന്ന കണ്ടോ, നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുന്നതിന് കൽപ്പനയുണ്ടായി. അതൊരു ഭയങ്കര തേള. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പാൻ അത്രേ അവൻ അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേള് മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദനയായിരുന്നു. ഈ തേള് പോലുള്ളത്, സർപ്പം പോലുള്ള സംഗതികളൊക്കെ ഈ കാലഘട്ടത്തിൽ ദൈവം അയക്കുക. ആ സമയത്ത് നിങ്ങൾ സർപ്പങ്ങളെ പിടിച്ചെടുക്കുക, നിങ്ങൾ ഈ തേളിനെയൊക്കെ പിടിച്ചെടുക്കുക, നിങ്ങൾക്ക് ഹാനി വരത്തില്ലെന്ന് പറയുക. ഇത് അവരോട് പറയുന്ന കാര്യമാണ്. കാര്യം അവരടുത്ത ട്രിബുലേഷൻ പീരീഡിലേക്ക് കടക്കാൻ പോയി. ഇവിടുന്ന് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന സംഗതി ആരംഭിച്ചിട്ടേ ഇല്ല. അടുത്ത വാക്യം കണ്ടില്ലയോ, റെവലേഷൻ 16-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. രണ്ടാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു, അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയിത്തീർന്നു. സമുദ്രം മുഴുവനും മരിച്ച ഡെഡ് ബോഡിയുടെ ബ്ലഡ് മാതിരി, നാർന്ന ഡെഡ് ബോഡിയിലെ മരിച്ച ശവത്തിന്റെ രക്തം പോലെ വെള്ളമായി പോയി. സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തുപോയി. മനസ്സിലായോ? അനേകം മനുഷ്യർ ഇത് കുടിക്കുന്നവർ ചത്തുപോകുക. 3-ാമത്തെ ദൂതൻ തന്റെ കലശം നദികളും നീരവും ഒഴിച്ചു, അവ രക്തമായി തീർന്നു. അത് കുടിക്കുന്നവരൊക്കെ ചത്തുപോവുക. അങ്ങനെ വരുന്നത് കൊണ്ടാണ് പറയുന്നത്, ഈ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അവർക്ക് ഈ വാക്യം കൊടുക്കുമ്പോൾ പറയുന്നത്, ഇത് കണ്ടില്ലയോ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഓഫ് കോഴ്സ് അവർക്ക് സ്നാനമേൽക്കണം. കാര്യം അവരോട് പറഞ്ഞ് അവർ യാഗം കഴിക്കുകയല്ല ചെയ്യേണ്ടത്, നിങ്ങൾ യേശു തന്നെ ക്രിസ്തു എന്ന് വിശ്വസിച്ചിട്ട് ആ സ്നാനമേൽക്കണം, മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണം. വിശ്വസിക്കാഞ്ഞാൽ ശിക്ഷാവിധിയിലാകപ്പെടും, നിങ്ങൾ നിത്യ നരകാഗ്നിയിൽ പോകും ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ. അത്ര വലിയൊരു തെറ്റാണ്. അത് കഴിഞ്ഞിട്ട് അവരോട് പറയുക, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഓഫ് കോഴ്സ് പുതുഭാഷകളിൽ സംസാരിക്കും. ദൈവം അവർക്കൊരു അമാനുഷിക ശക്തിയാണ് പരിശുദ്ധാത്മാവിൽ കൂടെ പകർന്നിരിക്കുന്നത്. ഉലകം മുഴുവൻ ചെന്നിട്ട് എല്ലാവരും ഒരു ഭാഷയല്ല സംസാരിക്കുന്നത്, അവരോടെല്ലാം പോയി സംസാരിക്കണം. ഈ സത്യം അവരോട് പറയണം. അതിന് പുതുഭാഷകളിന്മേൽ അവർക്ക് അധികാരം വേണം. അതാ പെന്തക്കോസ് നാളിൽ നടന്നത്. വന്നു ചേർന്നവർക്കെല്ലാം ഇവർ പറയുന്നത് അവരവരുടെ ഭാഷയിൽ മനസ്സിലാകുക. വന്ന് 15 രാജ്യങ്ങളുടെ പേര് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉലകം മുഴുവനുള്ള ആൾക്കാർ മുഴുവൻ വന്നിരിക്കുക. ഇവർ പറയുന്ന എല്ലാ ഭാഷയിലും ഓടി നടന്ന് പറയുക, അവരുടെ ഭാഷയിൽ പറയുന്നത് കേൾക്കുന്നവൻ അവന്റെ ഭാഷയിൽ മനസ്സിലാകുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഭാഷമേലുള്ളൊരു അധികാരം ഇവരവിടെ ചെന്ന് പറയുമ്പോൾ ആ കേൾക്കുന്നവന് ഇവർ പറയുന്നത് അവർക്ക് മനസ്സിലാകും. ഇതുകൊണ്ടാണ് ഇവരോട് ഉലകത്തിന്റെ അറ്റം മുതൽ അറ്റം വരെ പോയി എല്ലാവരോടും ഈ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞ് ആ ഒരു മഹാദൗത്യമാണ് കൊടുക്കുന്നത്. അതിനോട് കണക്റ്റഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന അടുത്ത വാക്യമാണ്, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നത്. അവിടെ ഇതുപോലുള്ള സംഗതികളാണ് വരാൻ പോകുന്നത്. മനസ്സിലായോ? ഇതുപോലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകും. ഇവിടാണ് അവരെ കർത്താവ് ആക്ച്വലി സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന കൂടെ പഠിപ്പിച്ചത്. ഞങ്ങൾക്ക് അന്നത്തേക്കുള്ള ആഹാരം തരണമേ. ഇവിടെ യഹൂദന്റെ നേരെയാ സാത്താന്റെ ആക്രമണം മുഴുവൻ നടക്കാൻ പോകുന്നത്. മെയിൻലി ടാർഗറ്റ് ചെയ്യുന്ന അവനെയാണ്. കാര്യം നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞു, സഭ ഇവിടുന്ന് പോയി കഴിഞ്ഞു, സഭ ഇവിടെ ഇല്ല. പിന്നെ യഹൂദന്റെ നേരെയാ ടാർഗറ്റ്. അന്ത്യം വരെ അവർ പിടിച്ചു നിൽക്കണം. അതിന്റെ അവസാനത്തിൽ കർത്താവ് രാജാവായിട്ട് വരും. ഇതാ മത്തായി 24 കർത്താവ് അവരോട് പറഞ്ഞത്. അവര് ചോദിച്ചതും ഇതാ, ഈ ലോകത്തിന്റെ അവസാനത്തിന് നിന്റെ വരവിന് ലക്ഷണം എന്താണെന്നാ ചോദിച്ചത്. ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായത്. മർക്കോസ് 16 മുതൽ 18 വരെ ഇന്ന് താങ്കൾ എടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നിട്ട് താങ്കൾക്ക് എന്താണ് അതുമായിട്ട് എങ്ങനെയാണ് താങ്കൾ യോജിക്കുന്നത്? ഒരല്പമെങ്കിലും ആത്മീക ഉത്തരവാദിത്വം ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക. പ്രാർത്ഥിക്കുക. ഇന്ന് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് പെന്തക്കോസ് നാളിലും ഇതിനു ശേഷം പെന്തക്കോസ് നാൾ നടക്കുക, അത് അവരുടെ ഇടയിലെ പെന്തക്കോസും താങ്കളുമായിട്ട് എന്ത് ബന്ധമാണ്? എന്താണ് നിങ്ങളുടെ പെന്തക്കോസിന്റെ കണക്ഷൻ? എന്താണ്? ഹരിയാനയും കുഴിയാനായും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ ആ ബന്ധമാണ് ക്രിസ്ത്യാനിറ്റിയും പെന്തക്കോസ്റ്റുമായിട്ടുള്ളത്. അവരുടെ പെരുന്നാളാണ് പെന്തക്കോസ് പെരുന്നാൾ. വാഗ്ദത്ത പ്രകാരം പരിശുദ്ധ ആത്മാവിനെ പെന്തക്കോസ് പെരുന്നാളിൽ ദൈവം അവരുടെ മധ്യത്തിൽ അയച്ചിരിക്കുക. അന്ന് സഭ സ്ഥാപിച്ചുവെന്നും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്നും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് സഭ സ്ഥാപിച്ചിരിക്കുന്നതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അനീതിയ ദൈവിക നിങ്ങൾ ചെയ്യുന്നത് ദൈവത്തിന്റെ ക്രൂസിനെതിരെ ചെയ്യുന്ന അനീതിയാണ്. ജീവനോട് ചെവി തുറന്ന് ഇത് കേൾക്കാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. ജീവനോട് ഇരിക്കുമ്പോൾ കണക്ക് കൊടുക്കേണ്ടതാ ഇതിനൊക്കെ. ഈ അന്ത്യകാലത്തെങ്കിലും പെട്ടിയിൽ കെട്ടുകെട്ടി അനേകരെ അയച്ചു കഴിഞ്ഞു.
ഭൂമിയുടെ മേലുള്ളവരോടെങ്കിലും സത്യം പ്രസംഗിക്കാനായിട്ട് ഞാൻ വിനീതമായിട്ട് നിങ്ങളെ ഓർപ്പിക്കുക. 2025 നിങ്ങളുടെ മുമ്പിൽ തുറന്ന് ലഭിച്ചിരിക്കുക. ബൈബിൾ വായിച്ച് ആദ്യം മനസ്സിലാക്കണം ആരോട് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പ്രസിദ്ധമാക്കുവാൻ, അതാണ് ഗ്രേറ്റ് കമ്മീഷൻ. ഇന്ന് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എന്റെ പാപം തന്റെ മേൽ ചുമന്നുകൊണ്ട് താൻ ക്രൂശിന്മേൽ കയറി എനിക്ക് പകരം ഒരു മറുവില യാഗമായിരിക്കുക, ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ് നടത്തിയിരിക്കുക. അതിലെ ആഴമായ വിശ്വാസത്താൽ കർത്താവ് ചെയ്ത നീതി പ്രവൃത്തി എന്റെ നീതി പ്രവൃത്തിയായിട്ട് കണക്കിടുക. അതിനെയാണ് ഇംപ്യൂട്ടഡ് റൈച്ചിയസ്നെസ് അല്ലെങ്കിൽ നീതിയായി കണക്കിടുക എന്ന് പറയുന്നത്. അതിലെ ആഴമായ വിശ്വാസത്തിൽ പിതാവായ ദൈവം എന്റെ പാപങ്ങളെ കണക്കിടാതെ എന്റെ പാപങ്ങളെ ക്രിസ്തുവിൽ എനിക്ക് ക്ഷമിച്ചു തന്നിരിക്കുക. പരിശുദ്ധ ആത്മാവിനാൽ എന്നെ മുദ്രയിടുക, വീണ്ടെടുപ്പിൻ നാൾ വരെ, ആ റാപ്ചർ നാൾ വരെ. ഇതാ ക്രിസ്ത്യാനിറ്റി. ഇത് മനസ്സിലാക്കാതെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ യഹൂദനോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൾ പറഞ്ഞ അതേ വാക്യമാണ് നിങ്ങളോട് ഉപയോഗിക്കേണ്ടത്. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കെട്ടിയിരിക്കുക, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കത് ആര് എന്ന് ചോദിക്കാൻ ഓരോ ക്രിസ്ത്യാനിയോടും, പ്രത്യേകിച്ച് ഈ തെറ്റായ ഈ ദുരുപദേശം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട്. ഹല്ലേലൂയ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ അനുഗ്രഹീതമായ 4 പുസ്തകങ്ങളാണ്. അഖിലാണ്ടത്തിന്റെ ഉടയവനായ കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ യഹൂദന്മാരോട് ശുശ്രൂഷിച്ച് അവരോട് പറഞ്ഞിരിക്കുന്ന മിനിസ്ട്രി അക്കൗണ്ട് പറഞ്ഞിരിക്കുന്ന 4 പുസ്തകങ്ങളാണ്. അതിന് ഒട്ടും മഹിമ കുറച്ച് കാണരുത്. ഐ ഫുള്ളി റെസ്പെക്ട്. ഞാൻ അതിന്റെ മുന്നിൽ എന്നെ തന്നെ സറണ്ടർ ചെയ്യുക. അതുപോലെ അനുഗ്രഹീതമായ 4 പുസ്തകങ്ങളാണ്. അത് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനോപദേശമല്ല. അത് നമുക്ക് ബുദ്ധി ഉപദേശം, നമുക്ക് ഗുണീകരണത്തിന്, നമുക്ക് ശാസനത്തിന്, നമ്മുടെ നീതിയിലെ അഭ്യസനത്തിനും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതിലല്ല ഒരു ക്രിസ്ത്യാനിറ്റി എന്ന ഒരു വിശ്വാസം നിൽക്കുന്നതും നാം രക്ഷിക്കപ്പെടുന്നതും. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുക. ആർക്കെങ്കിലും ഈ വിഷയത്തിൽ സംശയമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. ദ ഗേറ്റ് മിനിസ്ട്രീസ് എന്ന നിലയിൽ ഈ സത്യസുവിശേഷം കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾ ഈ ലോകത്തിൽ പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്നു. അനേകർക്ക് ഈ സത്യം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. അനേകരുടെ കണ്ണ് ദൈവം തുറന്നുകൊണ്ടിരിക്കുന്നു. ഈ 2025 ഒരു വലിയൊരു ഒരു ബ്രേക്ക് ത്രൂവിന്റെ വർഷമായി തീരട്ടെ. ആയിരങ്ങൾ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ സത്യം മനസ്സിലാകുന്ന വർഷമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആത്മഭാരം കൊണ്ട് ഒരു പക്ഷെങ്കിൽ അല്പം ഹാർഷായിട്ട് സംസാരിച്ചു എന്ന് വന്നേക്കാം. തീർച്ചയായിട്ടും ഒരുത്തര് പോലും നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള ഒരു ആത്മീക ഉത്തരവാദിത്വവും ആത്മഭാരവും ഉള്ളതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനെ പോലെ, ഒരു പ്രസവ വേദന എടുക്കുന്നത് പോലെ ഈ സത്യം ലോകത്തെ അറിയിക്കുവാൻ ഞാൻ ഭാരപ്പെടുന്നു എന്ന് പറയുന്ന അതേ ആത്മഭാരത്തോടാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളുടെ ഹൃദയ നിലങ്ങൾ തുറക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഇരിക്കുക. ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് പറയണം ഇതിന്റെ എവിടെയാണ് ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളത്. ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. യഹൂദിയ വിശ്വാസം അല്ല ക്രിസ്ത്യാനിറ്റി. പ്ലീസ്, അതാദ്യം നിങ്ങൾക്ക് മനസ്സിലാകുവാൻ ദൈവം നിങ്ങളുടെ ഹൃദയ നിലങ്ങൾ തുറക്കട്ടെ. അതിനായിട്ട് ദൈവം പ്രത്യേക കൃപ പകരട്ടെ. അനേകരെ ഈ സത്യം പ്രസംഗിക്കാനായിട്ട് ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. അനേക റിസോഴ്സുകൾ ദൈവം തുറക്കുമാറാകട്ടെ. കർത്താവിന്റെ ഒരു മഹിമ കണ്ട സാക്ഷിയായി നിൽക്കുവാൻ നിങ്ങൾക്ക് ദൈവം ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ.